ഹായ്, ഇന്നിതാ ഓൾഡ് സീലിംഗ് ഫാനിന്റെ ലീഫ് അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതെന്താ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അതാ കുറച്ച് ന്യൂസ് പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു ഓൾഡ് സീലിംഗ് ഫാനിന്റെ ലീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഫ് നമ്മൾ ആദ്യം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പേപ്പറാണ് എടുക്കുന്നത്, ന്യൂസ് പേപ്പർ. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഈ വലിപ്പത്തിലാണ് നമ്മൾ ഈ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഒരു പപ്പടക്കോൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഈ വലിപ്പത്തിലുള്ള കുറച്ച് റോളുകൾ പേപ്പർ റോളുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും പേപ്പർ എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഈ നീളത്തിലുള്ള കുറച്ച് വലിപ്പം കൂടിയ റോളുകൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടളവിലുള്ള പേപ്പർ റോളുകൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ അതാ ചെറിയ റോളുകളും അതേപോലെ തന്നെ നീളം കൂടിയ റോളുകളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോളുകൾ ഇതേപോലെ ഒന്ന് കൈകൊണ്ട് ഉയിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ അതെല്ലാ റോളുകളും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അത് ചെറുതും വലുതും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മുടെ ലീഫ് നമ്മൾ എടുക്കുന്നുണ്ട്, ഫാൻ ലീഫ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചെറിയ റോളുകൾ നമ്മളിതാ ഇതിന് മുകളിൽ ഈ ഫാൻ ലീഫ് തിരിച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളിതാ ഇതേപോലെ നമ്മളത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ റോളുകൾ ഇതേപോലെ വെച്ചെടുത്തത്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ പീസുകളും നമ്മൾ ലീഫിന് മുകളിൽ, അതായത് ലീഫിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിതാ ഒരു വലിയ പീസ് റോള് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ സൈഡിൽ, അതായത് ഫാൻ ലീഫിന് വരുന്നതിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് തിരിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഓരോ പീസുകളും നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ മുൻഭാഗത്തേക്ക് ഇതേപോലെ മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ പീസുകളും നമ്മൾ മടക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് തിരിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഓരോ പീസുകളും മടക്കി നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഇതേപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാ പീസും നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ അതിന് നേരെ കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാ പീസുകളും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതേപോലെ ഒരു വലിയ പീസ് എടുത്തതിന് ശേഷം ഫാനിൻ്റെ മറ്റേ സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ പേപ്പർ റോളുകളുടെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ചു വെക്കാം. അതിനുശേഷം ആ വലിയ പീസുകൾ വലിയ പീസുകളുടെ കൂടുതലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമ്മൾ ഇതേപോലെയുള്ള നമ്മുടെ വലിയ റോളുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിനുള്ളിലൂടെ കോർത്ത് മെടഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ വിലങ്ങനെ ഒട്ടിച്ച പേപ്പർ റോള് ഒരു റോള് മുകൾ ഭാഗത്ത് വരുമ്പോൾ ഒരു റോള് അടിഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മളിത് മെടഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മെടഞ്ഞതിന് ശേഷം നടുഭാഗത്തൂടെ മെടഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സൈഡ് ഭാഗത്തേക്ക് ഇതേപോലെ നീക്കിയെടുക്കാം. അപ്പോൾ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ മുൻഭാഗം ഫുള്ളായിട്ട് നമുക്ക് മെടഞ്ഞെടുക്കണം. ഇനി നമ്മൾ അവസാനത്തെ പീസാണ് മെടഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാൻ ലീഫിൻ്റെ മുൻഭാഗം മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ പേപ്പർ റോളുകൾ ഉപയോഗിച്ച് മെടഞ്ഞെടുത്തു. ഇനി നമുക്ക് മെടഞ്ഞ റോളുകൾ പുറംഭാഗത്തേക്ക് വരുന്ന റോളുകൾ നമുക്ക് മടക്കി ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ 2 സൈഡിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ വരുന്ന പേപ്പർ റോളുകളൊക്കെ നമ്മൾ മടക്കി ബാക്ക് സൈഡിലേക്ക് ഒട്ടിച്ചെടുത്തു. അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ ഫാൻ ലീഫ് മെടഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും വലിയ റോളുകൾ എടുക്കുന്നുണ്ട്.
അത് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ ബോട്ടിൽ, അതായത് ഒരു കുപ്പി എടുത്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ അതായത് ഇതേപോലെ റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം ഒരു ഭാഗത്ത് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തും ഗം അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് വളയങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഒന്ന് അമർത്തിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ലീഫ് പോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു 10 പീസ് നമുക്ക് ചെയ്തെടുക്കണം. ആ 10 പീസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു റൗണ്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ഇതേപോലെ നമ്മൾ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ റോള്. അപ്പോൾ അവസാന ഭാഗത്ത് നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 2 പീസ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 5 ഇതളുകൾ വീതമുള്ള 2 ഫ്ലവർ ആക്കി മാറ്റണം. അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. രണ്ട് ഫ്ലവറുകൾ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ ചെറിയ 2 റോൾ എടുക്കുന്നുണ്ട്. അതിനുള്ളിലേക്ക് നമ്മൾ ഇതേപോലെ വളയുന്ന രീതിയിലുള്ള 2 പീസ് കമ്പി എടുത്തിട്ടുണ്ട്. ആ കമ്പി നമ്മൾ അതിനുള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഫ്ലവറിന് നമുക്ക് ഒരു തണ്ടായിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ 2 ഫ്ലവറിന് നമ്മൾ 2 തണ്ടുകൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും കുറച്ച് ചെറിയ റോളുകൾ എടുക്കുന്നുണ്ട്, പേപ്പർ റോളുകൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്നിനോടൊന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആ റോളുകൾ ഒന്നിനോടൊന്ന് ചേരുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഗം അപ്ലൈ ചെയ്ത് നമ്മൾ അതിൻ്റെ അതായത് നമ്മൾ ആ റോൾ ഒട്ടിച്ചതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി പിന്നെ 2 ഭാഗങ്ങളും നമുക്ക് കട്ട് ചെയ്ത് ഇതിന് നീളം കുറച്ചെടുക്കണം. അപ്പോൾ 2 ഭാഗവും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ നീളത്തിൽ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മെടഞ്ഞെടുത്ത നമ്മുടെ ലീഫ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഈ ഷീറ്റ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്ലവറുകൾ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതേപോലെ 5 ലീഫുകൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഈ ലീഫുകൾ തയ്യാറാക്കിയത്. അതിപ്പോൾ ഒരു സൈഡിൽ ബാക്ക് സൈഡിൽ കമ്പി കൊടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിൽ ഈ ലീഫുകൾ അതേപോലെ നമ്മുടെ ഫ്ലവറുകൾ അതേപോലെ തന്നെ അടിഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോട്ടൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്തെടുക്കാം, അതായത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ലീഫുകളും ഫ്ലവറുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ അടിഭാഗത്തേക്കുള്ള പോട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡ് ഭാഗത്ത് ഗം അപ്ലൈ ചെയ്ത് നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്ത് വരുന്ന പോട്ടിൻ്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തും നമ്മൾ ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ റോള് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് അത് മടക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പണി പൂർത്തിയായി. അപ്പോൾ പോട്ടിന് മുകളിലും നമ്മളൊരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് നമ്മൾ ഫ്ലവറുകൾ അതേപോലെ തന്നെ ലീഫുകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുമരിലേക്ക് തൂക്കാം. ഈ പേപ്പർ റോളുകൾ വേണമെങ്കിൽ നമുക്ക് കളർ ചെയ്തെടുക്കാൻ കഴിയും. നമ്മളത് കളർ ചെയ്തെടുക്കുന്നില്ല, കാരണം ആ ന്യൂസ് പേപ്പറിൻ്റെ ആ നാച്ചുറൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ ചെയ്തെടുക്കാതെ വെച്ചതാണ്. ഓൾഡ് ഫാൻ ലീഫ് അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.